ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുള്ള മണ്ഡലമാണ്. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ഉണ്ട് അവിടെ നിന്നുള്ള വിലയിരുത്തലുകൾ നൽകാൻ വേണ്ടിയിട്ട്. പ്രശാന്ത്, വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ മണ്ഡലം ആറ്റിങ്ങലാണ്, ഞാൻ വോട്ട് ചെയ്തത് ആറ്റിങ്ങലാണ്. വലിയൊരു സന്തോഷം കൂടിയുണ്ട്, കാരണം ആറ്റിങ്ങൽ ഇത്തവണ താമര വിരിയും എന്നുള്ള എക്സിറ്റ് പോൾ ഫലസൂചനകളിൽ നമുക്ക് പൊതുവിലൊരു രാഷ്ട്രീയ വിലയിരുത്തലുകൾ നടത്തുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ലോക്സഭാ മണ്ഡലം എന്നായിരുന്നു 2019 വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2019 ശബരിമല ഫാക്ടർ വളരെ നിർണായകമായിരുന്നു. അത് LDFിനെ ഒരു പക്ഷേ അപ്പാടെ തൂത്തെറിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, കനലൊരു തരി മാത്രമേ ബാക്കി വെച്ചുള്ളൂ ആലപ്പുഴയിൽ. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ കൈവിട്ടുപോയ ആ ഒരു അവസ്ഥ, ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് തൊട്ടു പിന്നാൽ 2021 അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴേക്കും LDF തിരിച്ചു പിടിച്ചു. പക്ഷേ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം മാത്രമല്ല, ഈ അപ്രമാദിത്വം ഉണ്ടല്ലോ, ഇടത് വലത് അപ്രമാദിത്വമാക്കി അതങ്ങനെ അങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് കേരളം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള എക്സിറ്റ് പോൾ ഫലസൂചനകൾ ആറ്റിങ്ങലിൽ വലിയ വിജയപ്രതീക്ഷ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ കൂടി പ്രവചിക്കപ്പെടുന്ന താമര വിരിയെന്ന് പ്രവചിക്കപ്പെടുന്ന സാഹചര്യം. വി മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രശാന്ത് സജീവമായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം. അവിടെ നിന്നുള്ള വിലയിരുത്തലുകൾ നിരന്തരമായി നൽകിക്കൊണ്ടുന്ന റിപ്പോർട്ടിങ്ങുകളൊക്കെ. ഇപ്പോൾ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ ഒരു രാഷ്ട്രീയ മനസ്സ് ആറ്റിങ്ങലിൻ്റെ അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശാന്ത് പറയുന്നത്. ലക്ഷ്മി, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വി മുരളീധരൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത് മുതൽ ഒരു അനുകൂല ട്രെൻഡ് രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതായത് വി മുരളീധരന് അനുകൂലമായിട്ടൊരു വലിയ ജനസമൂഹം, ഒരു വലിയ ട്രെൻഡ് അവിടെ രൂപപ്പെടുകയും ഒക്കെ ചെയ്തൊരു വലിയ സാഹചര്യം ഈ ആറ്റിങ്ങൽ മേഖലയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ആറ്റിങ്ങൽ ഒരു വലിയ വിശാലമായൊരു മണ്ഡലമാണ്. അതായത് കടലോര മേഖല തൊട്ട് മലയോര മേഖലകൾ വരെ, തീരദേശം മുതൽ മലയോരം വരെയുള്ള ഒരു വലിയ മണ്ഡലമാണുള്ളത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ അധിവസിക്കുന്നത്. ഏറ്റവും കൂടുതലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അധിവസിക്കുകയും ചെയ്യുന്നത്. ഇവരുടെ ജീവൽ പ്രശ്നങ്ങളെയാണ് പ്രധാനമായും വി മുരളീധരൻ ഉന്നയിച്ചത്. മാത്രമല്ല, വികസനങ്ങൾ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ 10 വർഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അതിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടായിരുന്നു വി മുരളീധരൻ്റെ പ്രചരണം എന്ന് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും അദ്ദേഹം ഒരിക്കലും ഉന്നയിക്കാൻ തയ്യാറായത് പോലുമില്ല. ഈ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും പലപ്പോഴും അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വികസനം ഒരു മുഖമുദ്ര മാത്രമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥിയായി മുരളീധരൻ ആറ്റിങ്ങലേക്ക് എത്തുക കൂടി ചെയ്തതോടുകൂടി ജനങ്ങളുടെ ഒരു വലിയ സ്വീകാര്യത ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പോലും പല വിഷയങ്ങളിൽ, ഈ ആറ്റിങ്ങലിലെ പല വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്നൊരു വ്യക്തിയായിരുന്നു. അതായത് ഈ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ വലിയ രീതിയിൽ നടന്നിരുന്നു. ഈ മേഖലകളിൽ പല വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ അടക്കം തിരിച്ചെത്തിക്കുന്നതിലൊരു നിർണായക പങ്ക് വി മുരളീധരൻ വഹിക്കുകയുണ്ടായി. മാത്രമല്ല, നിരന്തരം ഈ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിരന്തരം ഈ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു വി മുരളീധരൻ. ഇതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായൊരു ഘടകമായിട്ടാണ് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു ട്രെൻഡ് രൂപപ്പെട്ടു എന്ന് പറയുന്നത്. അത് വലിയൊരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് ഉണ്ടാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, ഈ തീരദേശ മേഖലകളൊക്കെ BJPക്ക് അന്യമായി നിന്നൊരു കാലമായിരുന്നു. അതായത് ആ ഭാഗങ്ങളിൽ നിന്നും എത്തിപ്പിടിക്കാൻ പോലും കഴിയാത്തത്ര വിദൂരത്തിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വി മുരളീധരൻ പ്രചരണമായി അങ്ങോട്ടേക്ക് ആറ്റിങ്ങിലേക്ക് എത്തിത്തുടങ്ങിയതോടുകൂടി ഈ മേഖലകളിലെല്ലാം വലിയ സ്വീകാര്യത വി മുരളീധരൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തു. അതായത് തീരദേശ മേഖല ഒന്നാകെ വി മുരളീധരനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കാണുകയൊക്കെ ചെയ്തിരുന്നു. അത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. അതായത് ഈ BJPക്ക് ഈ പോളിംഗ് സ്റ്റേഷൻ ബൂത്ത് പോലും ഉണ്ടാവാത്ത സ്ഥലങ്ങളുണ്ടായിരുന്നു. അതായത് ആ സ്ഥലങ്ങളിൽ പോലും BJPക്ക് ചെന്നെത്താൻ കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടമായിട്ടാണ് കരുതുന്നത്. മാത്രമല്ല, ഈ മലയോര മേഖലകൾ, ട്രൈബൽ മേഖലകൾ, വനവാസി മേഖലകളിലെല്ലാം വി മുരളീധരന് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇതൊക്കെ കൂടിയാണ് ആ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ട്രെൻഡ് അനുഭവപ്പെടുകയും വിജയം സുനിശ്ചിതമാണെന്നുള്ള രീതിയിൽ ഒരു ജനങ്ങളിൽ നിന്നൊരു അനുഭവം നമുക്ക് മനസ്സിലാക്കി. പലപ്പോഴും ജനങ്ങളുമായി നമ്മൾ സംവദിക്കുമ്പോൾ പലപ്പോഴും ജനങ്ങൾ വി മുരളീധരൻ ജയിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഇതിലൊരു ജാതി മത രാഷ്ട്രീയ ഭേദം മറന്നാണ് വി മുരളീധരനോടൊപ്പം ജനങ്ങൾ വന്നെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഈ എക്സിറ്റ് പോളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് എക്സിറ്റ് പോളിൻ്റെ ഫലം വന്നതോടുകൂടി ഈ ആറ്റിങ്ങലും അതിൽ ഉൾപ്പെട്ടു എന്നത്
ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മികവ് കൂടിയാണ്. അതിനുള്ളൊരു അംഗീകാരം കൂടിയായിരിക്കും അവിടുന്ന് വിജയിച്ച് വരിക എന്നത്. പലപ്പോഴും പല വിഷയങ്ങളിൽ പോലും ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ ഒരു അനുകൂല തരംഗം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് അക്രമത്തിന് മുതിർന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം പോലും ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കത്തക്ക വിധം പോളിംഗ് സ്റ്റേഷനിൽ ബൂത്ത് ലെവൽ ഓഫീസറുടെ നേതൃത്വത്തിലടക്കം വോട്ട് പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുകയും വാർത്തയാക്കിയും ഒക്കെ ചെയ്തതാണ്. ഇത്തരത്തിലൊരു സമീപനം, അതായത് വി മുരളീധരൻ ജയിക്കുമെന്നൊരു പ്രതീതി അവിടെ ഉടലെടുത്തു. അതിൻ്റെ ഭീതി ഈ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികളും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് എതിർ സ്ഥാനാർത്ഥികളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ദുർബലമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് അടൂർ പ്രകാശ് നിലവിലെ MP ആണെങ്കിൽ പോലും അദ്ദേഹത്തെ മണ്ഡലങ്ങളിലൊന്നും കാണുന്നില്ല എന്നൊരു വലിയ പരാതി വ്യാപകമായി ഉയരുന്നുണ്ടായിരുന്നു. അതായത് പല ആവശ്യങ്ങൾക്കും, ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പല ആവശ്യങ്ങൾക്കും MP എന്ന നിലയിൽ അടൂർ പ്രകാശിനെ കാണാനേ ഇല്ല എന്നൊരു വലിയ പരാതി ഈ നമ്മൾ ചെന്നെത്തുന്ന മേഖലകളിലെല്ലാം കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് ആറ്റിങ്ങലായിക്കോട്ടെ, ആറ്റിങ്ങൽ നഗര കേന്ദ്രീകൃതമായിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വർക്കല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ദൃശ്യമായിരുന്നു. ഇതെല്ലാം അടൂർ പ്രകാശിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. പിന്നീട് വിജോയിലേക്ക് വരുവാണെങ്കിൽ ഈ സംസ്ഥാനത്തൊട്ടാകെ ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ തരംഗം ആറ്റിങ്ങലുമുണ്ട്. ആറ്റിങ്ങൽ നിവാസികളും അതുകൊണ്ട് തന്നെ ഈ ജോയിയുടെ അടക്കം പ്രചരണങ്ങളിൽ വലിയൊരു ജനങ്ങൾ കുറയുന്ന, അതായത് അണികൾ CPM-ന്റെ അണികൾ പോലും പങ്കെടുക്കാത്ത ഒരു സാഹചര്യം. ശാലിനി പറഞ്ഞത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ പരാജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ശ്രദ്ധയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കാണ് നൽകിയത് എന്ന് അവിടെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം ആറ്റിങ്ങലും എല്ലാം കൈവിടുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ LDF-നുള്ളത്. ഈ ആരോപണങ്ങളൊക്കെ വെറുതെയാണ്. തീർച്ചയായും നമുക്ക് ഈ പ്രചരണങ്ങളെല്ലാം ഇവർ പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതിൽ ഏറ്റവും വളരെ പോസിറ്റീവായിട്ടൊരു ഘടകമെന്ന് പറയുന്നത് വി മുരളീധരൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു. മന്ത്രിയായിരുന്ന കാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കുന്നത്. അതായത് മോദിയുടെ ആൾ എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ ഇത്രയും കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം, അത് നരേന്ദ്രമോദി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, ഒരു പ്രത്യേക ജാതിയുടെ മാത്രമല്ല, ജനങ്ങളുടെ വികാസമാണ്. അത് തങ്ങൾക്കും വേണം എന്നൊരു നിലപാടാണ് ആറ്റിങ്ങിലെ ജനങ്ങൾ എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ ജനപിന്തുണയും വലിയ ജനാവലി വരികയും ചെയ്തു. അവിടെയെല്ലാം ഈ ജനങ്ങളൊന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമാണ് ഈ ആറ്റിങ്ങിലേക്ക് വി മുരളീധരന്റെ പ്രചരണ വേദികളിലെല്ലാം എത്തുന്നത്. അതിൽ പലപ്പോഴും നമ്മൾ ഈ പ്രചരണ സ്ഥലങ്ങളിലെല്ലാം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ പരാതി പ്രളയവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനായാലും ശരി, മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളിലെല്ലാം ഈ വിലക്കയറ്റം അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളിൽ നേരിടുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പ്രതിഷേധം കൂടിയാണ് ജനങ്ങൾ ഈ വി മുരളീധരൻ പങ്കെടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെല്ലാം അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ആണ് നിലവിലെ ഈ ആറ്റിങ്ങലെ സ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ വി മുരളീധരനുമുണ്ട്, BJP-ക്കുമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് മുതൽ തന്നെ ആ വിജയപ്രതീക്ഷ കൈവച്ച് ആണ് ഈ പ്രചരണം തുടങ്ങിയെങ്കിൽ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഉറപ്പായും തങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയെടുത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടുകൂടി അതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. അതായത് ആറ്റിങ്ങൽ അത് BJP-ക്കുള്ളതാണ് എന്ന രീതിയിലേക്ക് ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്.